ഹലോ ഗൈസ്, ഈ കെ എം ട്രാവലറാണ്. അപ്പോൾ നമ്മളിന്നിപ്പോൾ അതിരമ്പള്ളിയിലാണ് നിൽക്കണേ. അപ്പം ഇനി നമ്മ എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളെ വാൽപ്പാറക്ക് പോകണേ. അപ്പോൾ നമ്മളൊപ്പം ഷെജീർക്കാക്ക ഉണ്ട്, ഹേമന്തേരനുണ്ട്, പിന്നെ പുറകേൽ നമ്മുടെ കുറച്ച് ടീംസ് ഉണ്ട്. അവിടെ അരുണുണ്ട്, നിസാമുണ്ട്, പിന്നെ റഫീഖ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് പൊളിക്കാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പം നമ്മളിത് അങ്കമാലി NH കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ നേരെ വാൽപ്പാറക്കാണ് പോണത്. നമ്മൾ അതിരാവിലെ 6 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പം അത്യാവശ്യം നേരം വെളുത്തൊന്ന് സെറ്റായിട്ട് തന്നെ. ചെറിയ മഴയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് വലിയ ബ്ലോക്കൊന്നുമില്ല. നമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ പോണത് വാൽപ്പാറയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അതിരമ്പള്ളി ഫോറസ്റ്റിൽ കൂടി ഇങ്ങനെ പോകണേണ്. കാരണം ഞാനിത് അധികം വീഡിയോ എടുക്കാതിരുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ രണ്ടും കൂടി അങ്ങോട്ട് വെറുതെ ഡിലേ ആക്കണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഞാനിത് ചെയ്യാതിരുന്നത്. പിന്നെ നിങ്ങൾക്കതൊരു മടുപ്പാകും. വെറുതെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളേക്കണോണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ അത് ചെയ്യാതിരുന്നത്. എന്തായാലും അതിരമ്പള്ളിയിൽ നിന്ന് ഈ വാഴച്ചാല് വരെ പോയൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഗൈസ് ഞാനപ്പോൾ പിന്നീട് വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ അതിൽ കുറച്ച് വിഷ്വൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിലേ ഒന്ന് ഉദ്ദേശിച്ചത് പിന്നെ വെറുതെ അത് വെറുതെ സമയം കളയാന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഈ പോയപ്പോൾ റൂട്ടൊക്കെ ഇങ്ങനെ എടുത്തൊന്ന് സെറ്റാക്കി ഒരു വീഡിയോ എടുക്കാന്നുള്ളൊരു ഇതിൽ കുറച്ച് ക്ലിപ്പൊക്കെ ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇപ്പം നമ്മൾ വാൽപ്പാറക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു മയിൽ നമ്മുടെ മേളിലോട്ട് കയറി പോകണം നമുക്ക് കാണാൻ പറ്റും. ആ മലനിരകൾ ഈ കുന്നാണ് അപ്പുറത്തേക്ക്. പിന്നെ നമ്മളിവിടെ വെച്ച് ഈ ഭാഗത്ത് കുറേ മയിലിനൊക്കെ കണ്ടിട്ട് ഇഷ്ടംപോലെ മയിലിനെ കണ്ട് ഈ വലത്തെ സൈഡിലോട്ടൊക്കെ അങ്ങോട്ട് മയിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ റോഡ് വലിയ ചൂടൊന്നും ഉണ്ടായില്ല പോയപ്പോൾ, കാരണം നല്ല മഴയൊക്കെ പെയ്ത് കാടൊക്കെ തണുത്ത് നല്ല അടിപൊളി ഒരു ഇതിലാണ് പോയത്. നമുക്കിത് ഇവിടെ എത്തിയപ്പോൾ 2-3 പിള്ളേർ എന്തോ വണ്ടി തെന്നിയിട്ട് അങ്ങനെ എന്തോ നിന്നതാണ് അവന്മാർ ഫോട്ടോ എടുക്കാനെന്തോ. അപ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടുണ്ടാവുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്പം തന്നെ അവന്മാർ മാറ്റി തന്നത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെയും പോയി. നമ്മുടെ കുറേ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറേ ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. മറ്റേ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ബൈക്ക് റൈഡേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി ഞങ്ങളുടെ ഒപ്പം വാൽപ്പാറ വരെ ഉണ്ടായിരുന്നു, ഈ റൈറ്റ് സൈഡിൽ കിടക്കണ വണ്ടി. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി കുറേ ദൂരം എത്തിയപ്പോഴത്തേക്കും നമുക്കിവിടെ കുറേ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് പണി നടക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈവ് അവിടെ കട്ട വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നപ്പോൾ അവിടെ കട്ട വിരിക്കണുള്ളൂ. അങ്ങനെ നമുക്ക് അവിടെ ഒരു അരമണിക്കൂറോളം പോസ്റ്റിംഗ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വണ്ടി എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മൂടൽമഞ്ഞും പിന്നെ കണ്ടോ അടിപൊളി ക്ലൈമറ്റ് ആണ്. കോടമഞ്ഞൊക്കെ ഇറങ്ങിയേക്കണം നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ലാത്തൊരു ട്രിപ്പായിരുന്നു. പിന്നെ കാലാവസ്ഥ ഒന്നും പറയാനില്ല, കാരണം സൂപ്പറായിരുന്നു. രാവിലെ പിടിച്ച മഴയാണ്. ആ മഴയെ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം വരെ സഞ്ചരിച്ച് വന്നത്. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്ന വണ്ടിയാണ് ഇത്. ഓഷ്യൻ ട്രാവൽസിലാണ് വന്ന ഏലൂരിന്ന്. ഇവിടെ റഫീഖ് ഉണ്ട്. ഒരു അടിപൊളി വ്യൂ പോയിന്റ് കണ്ടിട്ട് നിന്നതാണ്. ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ ഒരു ഡാമിൻ്റെ ഒരു അടിപൊളി ഏരിയ. നമ്മളിപ്പോൾ വാൽപ്പാറക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണത്. നമ്മുടെ ഒപ്പം വന്നവരൊക്കെ അറ്റത്തൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അവിടെയൊക്കെ നിൽക്കണതാണ്. കണ്ടോ അറ്റത്തേക്ക് ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ണിയുണ്ട്. പിന്നെ വന്ന വണ്ടി ഓഷ്യൻ ട്രാവൽസാണ്. മേളിലോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് മലയണ്ണാനൊക്കെ കാണാം കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടെ. വലിയ വലിയ മരങ്ങളും ഇഷ്ടംപോലെ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. സെറ്റ് സ്ഥലമാണ്. ഞങ്ങൾക്ക് ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. എന്തായാലും ബാക്കി നമുക്ക് വാൽപ്പാറയിലെത്തുമ്പോൾ ഇതിനേക്കാളും നല്ല അടിപൊളി വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്നത് ട്രാവലറിൻ്റെ അകത്താണ്. പക്ഷേ നമ്മൾ നിൽക്കുന്നത് മലക്കപ്പാറയിലാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കട്ടെ. ഇവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയിലുള്ള എല്ലാവരും വണ്ടിയിൽ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കയറി വന്നൊരു വ്യൂ പോയിന്റ് ആണ്. കണ്ട മൊത്തം തേയിലത്തോട്ടം ഉണ്ട്. റോഡ് ഇത്തിരി ശോകമാണ്. പിന്നെ നമ്മുടെ വിനുചേട്ടനുണ്ട്, ഷെജീർക്കാക്കുണ്ട്, എല്ലാവരും ഉണ്ട്. കണ്ട അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ശോകമായിരുന്നു കാലാവസ്ഥയൊക്കെ. ഇപ്പം ശരിക്കും തെളിഞ്ഞ് അടിപൊളിയായി. റോഡൊക്കെ ഇത്തിരി മോശമാണെങ്കിലും വലിയ സീനില്ലത്. നമ്മുടെ പുറകെ വണ്ടിയൊക്കെ ഉണ്ട്. അവിടെ ചെറിയ തിരക്കുണ്ടായിരുന്നു. അതാണിപ്പോൾ പുറകിൽ വണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളിയാണ് കേട്ടോ. മേളിലോട്ടൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്. വന്നപ്പോൾ കുറച്ച് നല്ല രീതിയിൽ കേരളത്തിന് അപ്പുറത്തേക്കൊക്കെ മഴ കിട്ടിയായിരുന്നു. പക്ഷെ ഇപ്പുറത്തേക്കൊക്കെ നല്ല വെയിലും അത്യാവശ്യം തെളിച്ചോണ്ടിട്ടാ. ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇപ്പോൾ വാൽപ്പാറ എത്താറം പോണേണെന്ന് വെച്ചാൽ വാൽപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടാൽ മനസ്സിലാകും. കണ്ട അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ചെക്ക് പോസ്റ്റ് ഇവിടെ. പിന്നെ താഴത്തേക്കുള്ള വ്യൂ ഒക്കെ കണ്ടാൽ മനസ്സിലാകും. കണ്ട
അടിപൊളി വ്യൂ പോയിന്റ് ആണ്. വലിയ വലിയ മരങ്ങളും അങ്ങനെ ഇഷ്ടംപോലെ റൈഡേഴ്സ് ഒക്കെ പോകണ്ടേ. കണ്ട ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഞങ്ങളുടെ ചെക്ക് പോസ്റ്റിൽ ഞങ്ങളുടെ പുറകെ ഉണ്ടായവരാണ് അവരൊക്കെ. അടിപൊളിയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ മാരക വ്യൂ പോയിന്റ് ഒക്കെ ഇരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷോളയാർ ഡാം. കണ്ട ഷോളയാർ ഡാമിൻ്റെ വ്യൂ പോയിന്റ് ആണ്. ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോണത്. ഇവിടെ ആടൊക്കെ നിൽപ്പുണ്ടോ അതെ ഉണ്ടാ മനസ്സിലാവും. ഇപ്പോൾ ചെറുതായിട്ടൊരു പൊട്ടിമഴയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും സീനില്ല, അടിപൊളിയാണത്. പിന്നെ ഇത് ഈ കാണുന്ന പാലം കഴിഞ്ഞിട്ട് നമ്മതേ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് നമുക്കിതേ ഈ വലത്തെ സൈഡിൽ നമുക്ക് ഷോളയാർ ഡാം കാണാൻ പറ്റും. ഇവിടെ നിന്ന് പിന്നെ പോണത് ഒരു തിരിഞ്ഞ് നേരെ മേളിലോട്ട് കയറി അങ്ങോട്ട് പോണേണ്ട. അപ്പോഴാണ് നമുക്ക് അവിടെ ചെന്നാൽ ഈ ഷോളയാർ ഡാം കാണാം. വലിയ പാസും ഇതൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാം. അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവിടുത്തെ ഈ സ്ഥലം ലൊക്കേഷൻ അടിപൊളിയാന്ന് വെച്ചാൽ തൊട്ട് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കണത് ഷോളയാർ ഡാമിലാണ്ടതേ. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്, മാരക വ്യൂ പോയിന്റ് ആണ്ടതേ. കണ്ടോ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതെ നമുക്ക് ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ഒപ്പം വന്ന ആൾക്കാരുണ്ട്. ഇതേ പിന്നെ അങ്ങോട്ട് പോയാൽ അറ്റത്തായിട്ടൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പാർക്ക് ഓപ്പൺ ആക്കിയിട്ടില്ലതേ. ഇവിടെ നിന്ന് താഴത്തേക്ക് അറ്റത്തേക്ക് അവിടെ നിന്ന് കണ്ട മറ്റേ ഫോഗൊക്കെ ഇറങ്ങുന്നുണ്ട്, കോടമഞ്ഞൊക്കെ ഇറങ്ങി സെറ്റായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ അടിപൊളി വ്യൂ പോയിന്റ് ആണ്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് റെയിനി ഡേ ഒക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പം അതൊക്കെ മാറി ഇതേ സെറ്റായിട്ടാ. ഇതേ അതിൻ്റെ പൊക്കത്തൊക്കെ കണ്ട ഇഷ്ടംപോലെ ടൂറിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതേ അടിപൊളി വൈബാണ് കേട്ടോ. ഇതേ അറ്റത്തേക്ക് കണ്ട മൂടൽ മഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണ കേട്ടോ. കോടമഞ്ഞ് സീനാണ്, അടിപൊളി പ്ലേസ് ആണ് ഗൈസ്. അപ്പം നമ്മളിതേ വാൽപ്പാറ ഇങ്ങോട്ട് വന്നേക്കണേ. കുറച്ച് അകത്തോട്ട് വന്നപ്പോൾ അതെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അതെ കണ്ട ചെറിയൊരിത് അങ്ങ് അറ്റത്തേക്ക് പോയാൽ കുറച്ച് ഈ ഏലത്തോട്ടവും അതും ഇതൊക്കെ ഉണ്ട്, കാപ്പിത്തോട്ടം അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ മേളിലോട്ട് പോയാൽ നമുക്ക് കാണാതെ. നമ്മുടെ ഒപ്പം വന്നവരാണ് ഫ്രണ്ടിൽ പോണത്. കണ്ട ഫോഗൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കോടമഞ്ഞൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം ഇതുകൊണ്ട് ഇതേ കണ്ട ഞങ്ങളിങ്ങനെ ആറ്റത്തുനിന്ന് ഇങ്ങനെ നടക്കണ കേട്ടോ. അടിപൊളിയാണിത്. നൈസ് ക്ലൈമറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇത്രയും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും. കാരണം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് എല്ലാം കയ്യിൽ നിന്ന് പോയി. അതിന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കേട്ടത് നിങ്ങൾക്ക് ഈ വാൽപ്പാറ പോകാനായിട്ട് പ്രാന്താണ്, ഈ കൊടും പിടിച്ച മഴയത്താണെന്ന് ചോദിച്ചതാണ് ആൾക്കാർ. പക്ഷേ അങ്ങനെ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അടിപൊളിയാണ് എന്തായാലും. അപ്പോൾ നമ്മളിപ്പോൾ ഷോളയാർ ഡാമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഷോളയാർ ഡാമിൻ്റെ സൈഡിൽ കൂടി നമുക്ക് റോഡുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലണത് വാൽപ്പാറ ടൗണിലോട്ടാണ്. അപ്പോൾ നമ്മതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ഈ റൂട്ട് കണ്ടാൽ മനസ്സിലാവും കേട്ടോ, ഒരു രക്ഷയില്ലാത്ത റൂട്ട്. എന്ന് വെച്ചാൽ നല്ല ഒരു അടിപൊളി റോഡാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഞങ്ങൾ പോയപ്പോൾ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ രണ്ട് സൈഡിലും മയിലും അതും ഇതൊക്കെ നമുക്ക് കാണാം. ഈ അണ്ണാൻ കുഞ്ഞുങ്ങൾ, മലയണ്ണാൻ, പിന്നെ സാധാരണ അണ്ണാൻ, അങ്ങനെ ഇഷ്ടംപോലെ വന്യമൃഗങ്ങളെ നമുക്ക് ഇതിൽ കൂടി കാണാൻ പറ്റും. പിന്നെ നമ്മ നോക്കി കണ്ടൊക്കെ പോകണം, കാരണം ഇതുങ്ങൾ പെട്ടെന്നൊക്കെ എടുത്ത് ചാടി വട്ടം ചാടാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ പിന്നെ അതിരമ്പള്ളിയിൽ നിന്ന് കയറി മലക്കപ്പാറ റൂട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആനയുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കണ പാസിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, പാസിങ് മാത്രമല്ല, നമുക്ക് ചിലയിടത്ത് ചെല്ലുമില്ല ഇങ്ങനെ ആനച്ചൂരി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ല ആനയുടെ സ്മെല്ല് അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു റോട്ടിൽ കയറി. എന്ന് പറയുമ്പോൾ അവിടെ മൊത്തത്തിൽ തേക്കും കാടാണ് കേട്ടോ, രണ്ട് സൈഡിലും തേക്ക്, അതിൻ്റെ നടുക്ക് കൂടി ഒരു റോഡ്. അത് വെറുതെ രക്ഷയില്ലാത്തൊരു ഫീലാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നല്ല തണുപ്പും പോരാത്തതിന് മഴയും കൂടി ആയ ദിവസമാണ് ഞങ്ങൾ പോണേ. അപ്പം പിന്നെ അതെന്തായാലും അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇപ്പം റോഡൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഈ റോഡ് സൈഡിലൊക്കെ മരങ്ങളൊക്കെ നിൽക്കണണ്ടാ നമുക്ക് എൻ്റെ പൊന്നോ നമ്മുടെ തന്നെ കിളി പോകുന്നതേ. അടിപൊളി വൈബാണ്. കണ്ട റോട്ടിൽ ഇടക്കിടക്ക് മരം നിൽക്കണ്. പിന്നെ റോട്ടിൽ വലിയ നമ്മൾ പറഞ്ഞ സൈസ് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ സീനില്ലാണ്ട് പോകാൻ പറ്റിയേട്ടാ. പിന്നെ അത് ഇടക്ക് ഓരോ ബസ്സൊക്കെ, ഇവിടുത്തെ തമിഴ്നാട് ബസ്സൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവർ പറന്നടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതാണ് KSRTC അതേമാതിരിയുള്ള ബസ്സുകൾ. പിന്നെ അതേ കുറേ ഫാമിലി ഇവിടെ സൈഡിലൊക്കെ വണ്ടി നിർത്തി ഇങ്ങനെ ഇതൊക്കെ കണ്ട് പോകണതാണ്. ഇവിടെയൊക്കെ അങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്താലും വലിയ സീനൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ. തമിഴ്നാട്ടിൽ വലിയ ആരെയും കൊണ്ട് ശല്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പാർക്ക് ചെയ്താൽ അപ്പം തന്നെ MVD വരും, അല്ലെങ്കിൽ പോലീസുകാർ വരും, മാറ്റിക്കും. അവിടെ അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ റോഡ് അതൊരു രക്ഷയില്ലാത്ത ഇതാണ്. കാരണം റോഡൊക്കെ ഇല്ല വെറുതെ പെർഫെക്ഷൻ, ടാറിങ് ഒക്കെ അടിപൊളിയാണ്. രണ്ട് സൈഡൊക്കെ കെട്ടി മറ്റേ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള സെറ്റപ്പാണ്. നമ്മുടെ അതുപോലെയല്ല. നമ്മുടെ ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ മലക്കപ്പാറ വരെ അതിരമ്പള്ളി തുടങ്ങി മലക്കപ്പാറ വരാന്ന് പറഞ്ഞാൽ തന്നെ റോഡ് ശോകം, ബുദ്ധിമുട്ടാണ്, ഒന്നും പറയണ്ട. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ റോഡിനേക്കാളും തമിഴ്നാട് റോഡാണ് കേട്ടോ അടിപൊളി.
പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി ഇങ്ങനെ അതേ ഈ വളവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മറ്റേ ടീ എസ്റ്റേറ്റും അതും ഇതുമൊക്കെ കാണാം. അതേമാതിരി ചെറിയ ചെറിയ ചായപ്പൊടി കച്ചവടക്കാരെയൊക്കെ കാണാം. നമുക്ക് അവർ ഈ 120 രൂപയാണ് അര കിലോ ചായപ്പൊടിക്ക്. അത് നമുക്ക് ഒരു 10, 40, 20 പേരൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ വില കുറച്ചൊക്കെ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ അവിടെ നിന്ന് ചായപ്പൊടിയൊക്കെ മേടിച്ചായിരുന്നു. 120 രൂപയുടെ സാധനം ഞങ്ങൾ ഈ 12 പേരെന്തോ മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 100 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും മറ്റുള്ളവരോട് നല്ല സഹകരണം ഉണ്ട്. അതെ, ഇവിടുത്തെ റോഡൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ഇത്രയും നേരം വരെ ഇവിടം വരെ വന്നിട്ടും വലിയ തിരക്കൊന്നുമില്ല. അതേ കണ്ട. പിന്നെ ഇങ്ങനെ നമ്മുടെ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ നിൽക്കണ ഒരു സൈസ് മരം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മരമാണ്. അത് നമ്മുടെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ വന്നപ്പോൾ അവർ ഇവിടെ കൊണ്ടുവന്നതാണ്. കാരണം ഈ മണ്ണിലെ ജലാംശം ഇങ്ങനെ വറ്റിപ്പോവാണ്ട് മണ്ണിനെ തണുപ്പിച്ച് നിർത്താനായിട്ടുള്ള ഒരു സംഭവം, ഒരു തരം വൃക്ഷമാണത്. അത് പുറത്തുനിന്നാണ് ഇവിടെ കൊണ്ടുവന്ന് അവർ നട്ട് പിടിപ്പിച്ചത്. ഇപ്പം അതേ കണ്ട ഇവിടത്തെയൊക്കെ. പിന്നെ ചിലയിടത്ത് എന്നാൽ ഇവിടെ വെട്ടി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടാലില്ലേ, മറ്റേ വീട്ടിലൊക്കെ ഭംഗിക്ക് വളർത്തണ പുല്ല് വെട്ടി അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവരിത് വെട്ടി നിർത്തിയേക്കണത്. അതിൻ്റെ ഫീല് ഒന്ന് കണ്ടറിയുമ്പോൾ നമുക്ക് വേറൊരു ഇതായിരിക്കും. തന്നെ ചിന്തിച്ചു ഇവരെന്ത് വർക്കാണ്, സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയില്ല. അതൊക്കെ ഇവിടെ തേയില ചെത്തി നിർത്തിയേക്കണ ചില തോട്ടങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതേമാതിരി എൻ്റെ പൊന്നോ, നമ്മുടെ ഇവിടുത്തെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം അത്രയ്ക്ക് ഉണ്ട് ഇതൊക്കെ നമ്മൾ എന്തായാലും കണ്ടിരിക്കണം. നല്ല അടിപൊളി റൂട്ടാണ്. പിന്നെ ഈ മലക്കപ്പാറയിൽ നിന്ന് ഈ വാൽപ്പാറ വരെയുള്ള ഈ ബൈക്കിന് പോണ യാത്രക്കാർക്ക് അടിപൊളിയാണ് കേട്ടോ റോഡ്, ഒന്നും പറയാനില്ല. കാരണം ഈ റോഡൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്, വലിയ തിരക്കില്ല. നമുക്ക് ശാന്തി വൈബും പിടിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാതെ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇടയ്ക്കൊരു വണ്ടി, വലിയ വണ്ടിയൊക്കെ ഇടിച്ചു കുത്തിയൊന്നും മണ്ണൊന്നുമില്ല. കണ്ട അതേ ആ അറ്റത്തൊക്കെ കാണുന്ന തേയില ഫാക്ടറികളും എസ്റ്റേറ്റും ഒക്കെയാണ്. പിന്നെ അതിൻ്റെ അകത്തോട്ടുള്ള ജോലിക്കാരുടെ വർക്കിംഗ് ഏരിയയും അതും ഇതുമൊക്കെ ആയിട്ട് കമ്പനികളിലുള്ള പല ഇതും അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അത് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ റോട്ടിൽ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി നിൽക്കണതൊക്കെ കാണാം. കാരണം ഈ സ്ഥലത്തിൻ്റെ ഭംഗി അത്രത്തോളം ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് കേട്ടോ. അതെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ പറയണമെങ്കിൽ ഇങ്ങനെ ഈ ഓരോ ബസ്സും പിന്നെ ചിലയിടത്ത് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിരിക്കണത് അവർ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കും. അതേമാതിരി അവിടെ വേസ്റ്റ് ഇടലൊന്നും നടക്കില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് വല്ല പ്ലാസ്റ്റിക് കിറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് നമ്മൾ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കിറ്റ് നിരോധിച്ചേക്കണോണ്ട് ചിലവർ ബോക്സിലാക്കി എടുക്കും. അങ്ങനത്തെയൊക്കെ ഇത് ഇവിടെ എന്തായാലും കണ്ട നോക്കി വന്നിട്ടുണ്ട്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ കണ്ടാൽ മനസ്സിലാവും നമുക്ക്. കണ്ണെത്താ ദൂരത്താണ് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ. അതും നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അതേ റോഡിൻ്റെ കാര്യം അതൊന്നും പറയാനില്ല. നമ്മൾ പിന്നെ റോഡിൻ്റെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്കും സംഭവം അടിപൊളി റോഡാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് മറ്റേ നടുവൊടിഞ്ഞ് പോകാണ്ട് സൂപ്പറായിട്ട് പോകട്ടെ. നമുക്ക് പിന്നെ മനസ്സിലാവും. പിന്നെ ബൈക്ക് കേസ് ഇഷ്ടം പോലെ പിറ്റേ ദിവസം രാവിലെയൊക്കെ ഇതിൽ കൂടി വന്നിട്ടുണ്ടായിട്ടാ. കാരണം രാവിലെ ഇഷ്ടം പോലെ പാസ് മലക്കപ്പാറയിലൊന്ന് അവിടെ നിന്ന് പാസ് എടുക്കണം. ഇപ്പം നമ്മൾ നിൽക്കണത് ഈ വാൽപ്പാറ ടൗണിലാണ്. ഇവിടെ ഒരു തമിഴ്നാട് വണ്ടി വന്നിട്ട് നമുക്കിട്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വണ്ടി കിടക്കണോണ്ട് ആ വണ്ടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ പോകാനായിട്ട് ഇത്തിരി ഗ്യാപ്പ് പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെ നിർത്തിയതാണ്. ഇപ്പം തന്നെ ആവുമ്പോൾ ആ വണ്ടി നമുക്ക് മാറ്റി തരുന്നു. അത് കഴിഞ്ഞപ്പോൾ കണ്ടാണ്ടനെ ഇങ്ങനെ നോക്കിയിരിപ്പ് തുടങ്ങി. ആ വണ്ടി എടുത്താലേ ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് പോണവരൊക്കെ നോക്കണം കേട്ടോ, എന്തും കാണിച്ച് ഇട്ടേക്കണമെന്നുള്ള സെറ്റപ്പിൽ നോക്കണേണ്. പിന്നെ അവനിപ്പം തന്നെ വന്ന് വണ്ടി മാറ്റി തന്ന്. അപ്പം ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് പോയി. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിതേ വാൽപ്പാറ ടൗണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ആൾക്കാർ പിന്നെ ഹെൽമറ്റ് ഒന്നും ഇല്ല കേട്ടോ. കണ്ടതേ റോട്ടിലുള്ള ചിലവരെ വെച്ചിട്ടുള്ളൂ. ബാക്കി എന്ന് വെച്ചാൽ ഒരു 4 പേരുണ്ടെങ്കിൽ ഒരാൾ വെച്ചിട്ടുണ്ടാകും, ബാക്കിയുള്ളവരൊന്നും ഹെൽമറ്റ് വെച്ചിട്ടില്ല. പിന്നെ റോഡ് നിയമങ്ങൾ പാലിക്കുക, അത് ഏറ്റവും നല്ലത്. ഉണ്ടാവാൻ ഞങ്ങൾക്ക് ഗ്യാപ്പൊക്കെ പറഞ്ഞു തന്നു പോരട്ടെ എന്നുള്ള സെറ്റപ്പിൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ വാൽപ്പാറ ടൗണും കണ്ട് ഞങ്ങൾ തിരിച്ച് വന്നത് അതിരമ്പള്ളി റൂട്ടാണ്. അതിരമ്പള്ളി റൂട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, അതിരമ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ വെറ്റിലപ്പാറ കയറി ഏഴാറ്റുമുഖം റൂട്ടാണ് വന്നത്. അതും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് പൊള്ളാച്ചി റൂട്ട് വഴി വരാനാണ് ഇരുന്നത്. പക്ഷേ സമയത്തിൻ്റെ ഒരു ചെറിയൊരു വിഷയം ഇതിൽ വന്നുകൊണ്ട് എല്ലാവർക്കും പിന്നെ ഒപ്പമുള്ളവർക്ക് വർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അങ്ങനത്തെയൊക്കെ ചെറിയൊരു വിഷയം വന്നപ്പോഴാണ് ഇങ്ങനെ നമ്മൾ റൂട്ട് മാറ്റി തിരിച്ച് വന്ന വഴി തന്നെ വന്നത്. ഇവിടെ ടൗണിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പച്ചക്കറിക്കൊക്കെ ഇവിടെ വില കുറവുണ്ട് കേട്ടോ. എന്തായാലും ബാക്കി വീഡിയോസ് കണ്ട് നിങ്ങൾ ഒന്ന് എനിക്ക് അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ പറയുകയാണെങ്കിൽ ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അത്യാവശ്യം. ഈ 2 സൈഡിലും ഈ ഇഷ്ടം പോലെ കടകളും അതേമാതിരി നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്നതാണ് വാൽപ്പാറ ടൗണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ, ചെറുകിട കച്ചവടക്കാരും വലിയ വലിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഡ്രസ്സ് കട അതേമാതിരി ഈ മാർക്കറ്റൊക്കെ പോലെ ഉണ്ട് ഇവിടെ. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നിൽക്കണ എവിടെയെന്ന് വെച്ചാൽ നമ്മളിതേ വാൽപ്പാറയിലാണ് കേട്ടോ. നമ്മുടെ ഈ റൂം താഴ്ത്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ എടുത്ത റൂമാണ് അവിടെ താഴ്ത്ത് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം. അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ വന്നത്. പിന്നെ ഞങ്ങൾ ഷോളയാർ ഡാമൊക്കെ പോയി കണ്ട് പിന്നെ തിരിച്ചവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ എടുത്തിട്ട് പിന്നീട് ഇന്നിപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ കൊള്ളിച്ച് ഞങ്ങൾ എന്തായാലും റിട്ടേൺ നമ്മുടെ നാട്ടിലോട്ട് പോകും. പിന്നെ അതേ അരുണുണ്ട്, ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് എവിടെയെങ്കിലും വെച്ചൊരു കേക്കൊക്കെ മുറിച്ചിട്ട് പോകാമെന്നുള്ളൊരു ഉദ്ദേശമൊക്കെ ഉണ്ട്. പിന്നെ അതേ പറയുകയാണെങ്കിൽ ഇതേ നമ്മൾ വന്ന വണ്ടി ഇതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റിനാണ് എല്ലാ മോട്ടവും ഓടി തന്നത്. വലിയ കുത്തിപ്പിടിച്ചുള്ള കാശൊന്നും മേടിക്കില്ല. നിങ്ങൾക്ക് നമ്മുടെ ഏലൂരിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ വണ്ടി വിളിക്കണത് ഏറ്റവും നല്ല റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ട്രാവലറായിരിക്കും, ഓഷ്യൻ ട്രാവൽസ്. ആണ്ടാ ദേ ഓഷ്യൻ ട്രാവൽസ് ദേ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത് ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ കോട്ടേജിൻ്റെ പേര് എവർഗ്രീൻ എന്നാണ്. ദേ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു 5-6 ഏക്കർ ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് മറ്റേ മയിലും കരടിയും അങ്ങനെ പുലിയൊക്കെ ഇറങ്ങണ കൊടും കാടാണ്. ഷോളയാർ ഡാമിൻ്റെ വേറൊരു വശമാണ് ഇപ്പുറത്തേക്ക് മാറിക്കണ്ട് നടക്കണത്. നമ്മുടെ കോട്ടേജിലോട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അത്യാവശ്യം വ്യൂ ഉള്ള നല്ല റൂമൊക്കെ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല. കാരണം ഈ എല്ലാത്തിലും വാട്ടർ ഹീറ്റർ, അതേമാതിരി എല്ലാ സൗകര്യവും, കുടിക്കാനായിട്ട് വെള്ളം. ഇതേ പിന്നെ അച്ചു അപ്പോൾ ഇതേ ബാക്കിയുള്ളവന്മാരൊക്കെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതേ എല്ലാവരും കണ്ടോ. ഇവിടുത്തെ അടിപൊളി ആണ്, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സെറ്റായിരുന്നു. ഇതേ കണ്ട ഞങ്ങളുടെ കോട്ടേജിൻ്റെ ഒരു ഫുള്ള് വ്യൂ ആണ് ഇതേ. പിന്നെ ഇതേ താഴത്തേക്ക് നോക്കിയാൽ അവിടെ കുറേ പ്ലാവ്, ചക്ക, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. ആനയൊക്കെ ഉണ്ട് കേട്ടോ. ആനയൊക്കെ അപ്പുറത്തേക്ക് പോയാൽ കാണാൻ പറ്റും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ രാവിലെ ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ കണ്ടോ ഇവിടെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11 മണിയാവണം. അപ്പോൾ കണ്ട ഇവിടെ മൊത്തം കോട ഇറങ്ങി സെറ്റാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് കേട്ടോ. ബൈക്കിനാണെങ്കിലും കാറിനാണെങ്കിലും ട്രാവലറിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സൊക്കെ ഉണ്ട്, പ്രൈവറ്റ് ബസ് ഉണ്ട്. നമ്മുടെ ചീനിക്കാസ് എന്ന് പറഞ്ഞൊരു ബസ്സൊക്കെ ഉണ്ട്. നേരം 11 മണിയായിട്ട് ഇവിടെ ഒന്നും നേരം വെളുക്കാത്ത മാതിരിയാണ് കോട മഞ്ഞിറങ്ങി കിടക്കണേ കേട്ടോ. അപ്പം നമ്മളിത് ഈ മലക്കപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളൊരു റോഡിൻ്റെ ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. റോഡിൻ്റെ പൂർണ്ണ രൂപം എന്ന് വെച്ചാൽ ഇവിടെ റോഡ് 10-20 കിലോമീറ്ററോളം കേരളത്തിലെ റോഡ് നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ വളരെ മോശമാണ്. കണ്ട മൊത്തം പിന്നെ ചെളിഞ്ഞടക്കണതല്ല ഈ റോഡ്. കണ്ട ഒരു നിരപ്പായൊരു ഇതല്ല, ഇത്തിരി പ്രയാസമാണ് ഇതിൽ കൂടി വരല്. പിന്നെ തമിഴ്നാട്ടിലോട്ട് കടന്നാൽ പിന്നെ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി റോഡാണ്. കാരണം 2 സൈഡൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആയിട്ടുള്ള ടാറിങ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കണ്ട ചിലപ്പോൾ ഈ ഇടക്കന്നെ റോഡ് പണിയായിരിക്കും. കാരണം ഇവിടെ ചിലയിടത്തൊക്കെ കൊണ്ടുവന്ന് മണ്ണും അതും ഇതൊക്കെ അടിച്ചിട്ടുണ്ട്. എന്താവോന്നറിയില്ല. കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ല റോഡുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ചാർപ്പ വെള്ളച്ചാട്ടം ഉണ്ട്. അതെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ. ഇപ്പം 1:30 ആയിട്ടുണ്ട് ഇപ്പം. അത് വേണ്ട. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണ എവിടെയെന്ന് വെച്ചാൽ നമ്മളിത് അതിരമ്പിള്ളിയിൽ കുറച്ചിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. എന്ന് വെച്ചാൽ നമ്മൾ വാൽപ്പാറയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ റിട്ടേൺ അതിരമ്പിള്ളി റൂട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്നതാണ്. എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ച് ഒരു പ്ലാൻട്രിയുടെ ഒക്കെ അകത്ത് കൂടി ഇങ്ങനെ വന്നപ്പോൾ കണ്ടൊരു വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ്. എന്ന് വെച്ചാൽ അതിരമ്പിള്ളിയിൽ നിന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം ഇങ്ങനെ ഇതിൽ കൂടിയാണ് പാസ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് അകത്തോട്ട് വന്ന് ഇവിടെ എനിക്ക് വേറെ ആരുമില്ല. അപ്പോൾ പിന്നെ കയറി വന്നപ്പോൾ വലിയ വിഷയമൊന്നുമില്ല ഇവിടെ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ണി പോകുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് അച്ചു ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇലക്ട്രിക്കലിൻ്റെ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ സൂക്ഷിക്കണം. സെറ്റ് സ്ഥലമാണ് കേട്ടോ. ഉമ്മാരൊക്കെ ഇവിടെ ഇപ്പം ഉണ്ട്. കൊള്ളാം. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ ഈ അരുവി കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിരമ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് തന്നെ വെള്ളമുണ്ടത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എന്തായാലും തണുപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ അതിരമ്പിള്ളി വഴി വാൽപ്പാറക്കോയ മലക്കപ്പാറ റൂട്ട് അതിൻ്റെ വീഡിയോസ് ഇവിടെ അവസാനിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.